IPL മാച്ച് നമ്പർ 62 ഇന്നലെ അവസാനിച്ചപ്പോൾ ഒരു കംപ്ലീറ്റ് വൺ സൈഡഡ് മത്സരമായിരുന്നു കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ മത്സരത്തിൻ്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച രാജസ്ഥാൻ ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ 12-2 എന്ന നിലയിൽ തകർച്ചയോടെയായിരുന്നു ചെന്നൈ തുടങ്ങിയത്. എന്നാൽ ആയുഷ് മാത്രം പവർ പ്ലേയിൽ അറ്റാക്ക് ചെയ്തപ്പോൾ 68ലേക്ക് CSK സ്കോർ എത്തി. പവർ പ്ലേയിലെ ലാസ്റ്റ് പന്തിൽ താരം പുറത്താവുകയും ചെയ്തു. ശേഷം ബ്രവിസ് ആയിരുന്നു അവരുടെ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇത്രയും മികച്ച ഒരു ബാറ്റിംഗ് ട്രാക്കിൽ ദൂബെ തട്ടിമുട്ടി മാത്രം നിന്നപ്പോൾ സ്കോറിംഗിന്റെ പ്രഷർ മൊത്തത്തിൽ ബ്രവിസിന്റെ മുകളിലേക്ക് എത്തി. ഒടുവിൽ 2 ടൈറ്റ് ഓവർ വന്നപ്പോൾ ബ്രവിസ് അടിക്കാൻ നോക്കി ഔട്ടായി. അതോടെ 225 ആവറേജ് ടോട്ടലുള്ള ഗ്രൗണ്ടിൽ 190 പോലും ചെന്നൈക്ക് എടുക്കാൻ പറ്റിയില്ല. 187-8 എന്ന നിലയിലാണ് CSK ബാറ്റിംഗ് അവസാനിപ്പിച്ചത്. CSK അവരുടെ ബാറ്റിംഗ് കൊണ്ട് എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് സത്യത്തിൽ കളി കാണുമ്പോൾ മനസ്സിലാകുന്നില്ല. ആദ്യം ലേലം പിഴിച്ചതുകൊണ്ട് ടീം സ്ട്രഗിൾ ചെയ്തപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അഗ്രസീവായ പ്ലെയേഴ്സ് ടീമിലെത്തിയിരിക്കുമ്പോൾ കോൺവേയെ പിന്നെയും ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരികയും അശ്വിൻ ഫ്ലോട്ടറായി 4-ാമതും ജഡേജ 5-ാമതും ഫാസ്റ്റ് ബോളേഴ്സിനെതിരെ സ്ട്രഗിൾ ചെയ്യുന്ന ദൂബെ ഫിനിഷിംഗിലേക്ക് വരുന്നത് നോൺസെൻസ് ആയി തന്നെ മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ബ്രവിസ് എറ്റ് നമ്പർ 4 എന്നത് ഒരു ബ്ലൈൻഡ് ചോയ്സ് ആണ്. ഉർവിൽ പട്ടേൽ ഓപ്പണിംഗ് വന്ന് ജഡേജ ഫിനിഷിംഗിലേക്കും ദൂബെ 5ാം സ്ഥാനത്തേക്കും വരുന്നതായിരിക്കും ഏറ്റവും സെൻസിബിൾ ആയ ലൈനപ്പ്. അത് മിക്സപ്പ് ചെയ്യുന്നത് വഴി മിഡിൽ ഓർഡറും ഇല്ല, ഫിനിഷിംഗും ഇല്ല എന്ന അവസ്ഥയിലാണ് ടീം നിൽക്കുന്നത്. ദേശ്പാണ്ഡെ, മദ്വാൾ തുടങ്ങി 2 പേരുടെ സ്പെല്ല് ഇന്നലെ ഇംപ്രസീവ് ആയിരുന്നു. 2 പേരും ടൈറ്റ് ലൈൻ കീപ്പ് ചെയ്തപ്പോൾ 14 ഓവർ തൊട്ട് CSKയുടെ സ്കോറിംഗ് താഴേക്ക് പോയിരുന്നു. മിനിമം ഒരു 20-25 റൺസ് CSK ഷോട്ടായിരുന്നു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജയ്സ്വാൾ ക്വിക്ക് സ്റ്റാർട്ട് കൊടുത്തപ്പോൾ പവർ പ്ലേയിൽ 56-1 ആയിരുന്നു രാജസ്ഥാൻ. ടീമിന്റെ ഫിനിഷിംഗിലെ പോരായ്മ ഡീപ്പായി ബാറ്റ് ചെയ്ത് മറികടക്കാനായിരുന്നു രാജസ്ഥാന്റെ ഇന്നലത്തെ പ്ലാൻ. നോർമലി ആദ്യ പന്ത് തൊട്ട് അറ്റാക്ക് ചെയ്യുന്ന വൈഭവ് ഇന്നലെ നിന്ന് കളിക്കാനായിരുന്നു നോക്കിയത്. സഞ്ജു കൂടി സെൻസിബിളായി കളിച്ചപ്പോൾ ഗെയിം ഡീപ്പായി കൊണ്ടുപോകാൻ ഇരുവരും നോക്കി. മെയിനായിട്ട് ഈ പ്ലാൻ തന്നെയായിരുന്നു അവരെ കളി ജയിപ്പിച്ചതും. 98 റൺസിന്റെ 2ാം വിക്കറ്റ് പാർട്ണർഷിപ്പ് കൂട്ടിച്ചേർത്താണ് സഞ്ജു മടങ്ങിയത്. എന്നാൽ ആ ഒരു വിക്കറ്റിന് ശേഷം വൈഭവ്, പരാഗ് തുടങ്ങി 2 വിക്കറ്റ് കൂടി പെട്ടെന്ന് വീണപ്പോൾ ചെറിയ പ്രഷർ രാജസ്ഥാന്റെ മുകളിൽ കാണാൻ സാധിച്ചു. കാരണം അവരുടെ ഫിനിഷിംഗ് ആ അവസ്ഥയിലാണ് ഈ വർഷം കളിച്ചത്. എന്നാൽ കൃത്യമായി ലൂസ് ബോളുകൾ ഇട്ടുകൊടുത്ത CSK അനായാസമായി രാജസ്ഥാനെ വിജയിപ്പിക്കുകയാണ് ചെയ്തത്. രാജസ്ഥാൻ അവരുടെ സീസൺ വിജയത്തോടെ അവസാനിപ്പിച്ചു. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ CSK 187 എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ 17 ഓവറിൽ രാജസ്ഥാൻ മത്സരം വിജയിക്കുകയാണ് ചെയ്തത്.